റവ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഐറ്റം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് റവ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. റവ നമ്മൾ ഓൾറെഡി വറുത്ത റവയാണ് വാങ്ങിയതെങ്കിലും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ, എന്നാലാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് റവ നമുക്ക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. എന്നാൽ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ റവയിലേക്ക് നല്ല പോലെ പിടിച്ചു കൂട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കപ്പ് റവയാണല്ലോ എടുത്തത്, ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം തന്നെ ഈ പാൽ ഒഴിക്കണ സമയത്ത് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ കട്ടയൊന്നും ഇല്ലാതെ കിട്ടുള്ളൂ. ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി, അപ്പോഴേക്കും റവ നല്ല പോലെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്ക കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ഏലക്ക ഒന്ന് കുത്തിയിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഏലക്ക നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പഞ്ചസാര ഇല്ലേ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ആ പഞ്ചസാര ഏലക്കും കൂടെ ഒന്ന് പൊടിച്ചിട്ട് അത് ചേർത്താലും മതി കേട്ടോ. എന്നാൽ ഏലക്ക നല്ല പോലെ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. പഞ്ചസാര ഏതായാലും നമ്മൾ ഇതിലേക്ക് ചേർക്കണമല്ലോ. അപ്പോൾ ഇതാ ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യും, റവയൊന്നും നല്ല പോലെ വെന്ത് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് കുറുകി വരുന്നുണ്ട്. ഇതൊന്ന് പാനിൽ നിന്നും വിട്ട് വരുന്നത്, ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ അല്ലേ, ഇപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് ഇരുമ്പ് ചട്ടിയിലോ അല്ലെങ്കിൽ വേറെ ചട്ടികളിലൊക്കെ ചെയ്യാം കേട്ടോ, അലുമിനിയത്തിൻ്റെ ഒക്കെ. അപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ പാനിൽ നിന്ന് കണ്ടോ ഇങ്ങനെ വിട്ട് വരും. ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ നെയ്യ് ചേർക്കാം കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നെയ്യ് ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്നുകൂടെ മുന്നിട്ട് നിൽക്കും കേട്ടോ. പിന്നെ നെയ്യെന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പശുവിൻ നെയ്യ് തന്നെ എടുക്കണം കേട്ടോ. ഡാൽഡ ഓയിലൊന്നും എടുക്കരുത്, അതായത് വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് കേട്ടോ. നെയ്യിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നെയ്യാണ്. ഇനി നെയ്യ് പുരട്ടിയൊരു പ്ലേറ്റിലേക്ക് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച ആ ഒരു കൂട്ടില്ലേ അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂണിൽ കുറച്ച് നെയ്യാക്കിയിട്ട് അതുകൊണ്ടൊന്ന് മുകൾ ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നല്ല പോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തിട്ട് അങ്ങനെയോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ബദാം ഇതുപോലെ ഒന്ന് നീളത്തിൽ മുറിച്ചെടുത്തത് നേരിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാം നീളത്തിൽ മുറിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന നമ്മുടെ ഒരു കേസരി, അതായത് പാലും റവയും മാത്രം വെച്ചിട്ടുള്ള കേസരി റെഡി ആയിട്ടുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള വേർഷനാണ് കേട്ടോ. അത് നമ്മൾ പല രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്